നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 16ാം കേരള നിയമസഭയിൽ ഇന്നും ചില തർക്കങ്ങളും ചില പൊട്ടിച്ചിരികളും ഗൗരവം നിറഞ്ഞ പല ചർച്ചകളുമാണ് നടന്നത്. ഏതായാലും പുതിയതായിട്ട് എത്തിയിട്ടുള്ള ഒരുപാട് അംഗങ്ങളുണ്ട് ഇത്തവണത്തെ നിയമസഭയിൽ. അവർക്കെല്ലാം തന്നെ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ചില ഇളവുകൾ നൽകുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ചില തർക്കങ്ങൾ ഇന്ന് സഭയിൽ ഉടലെടുത്തത്. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസിലെ ചർച്ചയ്ക്കിടെയാണ് BJP MLA സംസാരിക്കാൻ അനുമതി നൽകിയത്. അദ്ദേഹം സംസാരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള MLA മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തെ സഭയിൽ വളയുന്ന, കൂട്ടമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യങ്ങൾക്ക് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കെ രാജൻ വാക്കൌട്ട് പ്രസംഗം നടത്തിയതിന് പിന്നാലെയാണ് BJP അംഗമായിട്ടുള്ള BB ഗോപകുമാർ MLA അദ്ദേഹം സംസാരിക്കാനായിട്ട് എഴുന്നേറ്റത്. ഇതോടെ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടു. കാരണം അദ്ദേഹം ആദ്യമേ പറയുന്നുണ്ട്, താങ്കൾ അടിയന്തര പ്രമേയത്തിൽ ഒപ്പിട്ടിട്ടില്ല, എന്നാൽ താങ്കൾ സംസാരിക്കാനായിട്ട് എണീറ്റതാണ്, പറയാനുള്ളത് വളരെ പരിമിതമായി പറയാമെന്നാണ് അറിയിച്ചത്. അപ്പോഴേ പ്രതിപക്ഷം അവിടെ നിന്ന് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു, അദ്ദേഹം പുതിയ അംഗമല്ലേ, അദ്ദേഹം എഴുന്നേറ്റതല്ലേ, അദ്ദേഹം സംസാരിക്കട്ടെ എന്നുള്ളത്. തുടർന്ന് BB ഗോപകുമാർ MLA അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങി. ഇതിനിടെയാണ് വീണ്ടും സ്പീക്കർ ഇടപെട്ടത്. പ്രമേയത്തിൽ ഒപ്പിട്ടവർക്ക് മാത്രമാണ് വാക്കൌട്ടിൽ സംസാരിക്കാൻ അനുമതിയുള്ളത്, എന്നാൽ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി പറയണമെന്നാണ് സ്പീക്കർ BB ഗോപകുമാർ MLAക്ക് അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചത്. പക്ഷെ അപ്പോഴേക്കും പ്രതിപക്ഷം അവിടെ ബഹളം വെച്ച് തുടങ്ങിയിരുന്നു. കാരണം ഇതൊരു കീഴ്വഴക്കമായി മാറരുതെന്നാണ് ചില അംഗങ്ങൾ പറഞ്ഞത്. അങ്ങനെ ആകില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം ആദ്യം ചില കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിമർശിച്ചു പറഞ്ഞു. അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മോദിയെ വിമർശിച്ചതിനെ BB ഗോപകുമാർ MLA മറുപടി നൽകി. ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ടാണ് പിണറായി മോദിക്കെതിരെ വിമർശനം നടത്തിയത്. ഇന്ത്യ നേരത്തെ റഷ്യയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയിരുന്നു. അമേരിക്കയ്ക്കും ട്രംപിന് ഇഷ്ടമല്ല എന്നതുകൊണ്ട് അത് നിർത്തിവെച്ചു. 40% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു റഷ്യയിലെ എണ്ണയ്ക്ക്. US താല്പര്യത്തിന് വേണ്ടി ട്രംപ് കൽപ്പിച്ചപ്പോൾ NDA സർക്കാർ കീഴടങ്ങി. അതായത് മോദിക്ക് ട്രംപിനെ ഭയമാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനമായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഉന്നയിച്ചത്. എന്നാൽ ഇതിന് മറുപടിയാണ് BB ഗോപകുമാർ MLA അവസാനം നൽകിയത്. മോദി ആർക്കു മുന്നിലും തല കുനിക്കില്ലെന്ന് പറഞ്ഞ BJP MLA പിണറായി വിജയനെ EDയെ പേടിയാണെന്നും തിരിച്ചടിച്ചു. EDയെ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല മോദി. ട്രംപ് അല്ല, ലോകത്തിലെ ഏത് നേതാവിന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് മോദിയെന്നും ഗോപകുമാർ MLA പറഞ്ഞു. ഇതോടുകൂടി തന്നെ LDF MLA മാർ ബഹളം വെച്ചു. ആദ്യം പ്രസംഗമല്ലേ എന്നും കുറച്ച് സാവകാശം കൊടുക്കാമെന്നും സ്പീക്കർ പറഞ്ഞു. ഇതോടെ രോഷാകുലരായ LDF MLA മാർ സീറ്റുകളിലേക്ക് തിരിച്ചെത്തി ബഹളം തുടർന്നു. പുതിയ അംഗം എന്ന നിലയിലാണ് BB ഗോപകുമാറിന് സാവകാശം നൽകിയതെന്ന് സ്പീക്കർ ആവർത്തിച്ചു. ഇതോടെ പ്രതിപക്ഷ നേതാവും ഇടപെട്ടു. അതിനുശേഷം ഗോപകുമാർ MLA അവിടെ ഇരിക്കുന്നത് വരെ MLA മാർ, പ്രതിപക്ഷത്തുള്ള MLA മാർ അദ്ദേഹത്തിന് ചുറ്റും വളഞ്ഞു നിൽക്കുന്ന ചില ദൃശ്യങ്ങൾ കൂടി സഭയിലൂടെ ലൈവായിട്ട് ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ എണീറ്റത്. അദ്ദേഹം സ്പീക്കറോടായിരുന്നു സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, സ്പീക്കറുടെ ഉദാര മനസ്കതയാണ് ഇവിടെ പ്രകടമായത് തോന്നുന്നു, എന്നാൽ സഭയുടെ ചട്ടങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണിതെന്നും പിണറായി പറഞ്ഞു. അപ്പോൾ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഉദാര മനസ്കത പ്രതിപക്ഷത്തിന് വേണ്ട എന്നാണ് തിരിച്ച് ചോദിച്ചത്. ഇപ്പോഴേ ശത്രുത വേണ്ട എന്നും ഉദാര മനസ്കത കാണിക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ സഭയിൽ ചിരി പടർത്തി. അപ്പോൾ പിണറായി വിജയനും ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴേ ഒരു ശത്രുതയൊക്കെ വേണോ എന്നുള്ള തരത്തിലായിരുന്നു വളരെ നർമ്മം കലർന്ന ഭാഷയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞത്. എന്നാൽ വേണ്ട എന്ന് ചിരിച്ചുകൊണ്ട് തന്നെ
സഭയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ മറുപടി നൽകുന്നതും കാണാനായിട്ട് സാധിച്ചു. അതായത് ഇഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷത്തെ MLA-മാർ പ്രകോപിതരാവുകയും അവർ BB ഗോപകുമാറിന്റെ പ്രസംഗം തുടരാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന് ചുറ്റും വളഞ്ഞു നിൽക്കുന്ന ഒരു ദൃശ്യം കാണാനായിട്ട് സാധിച്ചത്. വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം പുതിയ അംഗത്തോട് ഉദാരമനസ്കത കാണിക്കാമായിരുന്നുവെന്നും ചട്ടം ലംഘിച്ച് ഇത് വേണ്ടായിരുന്നുവെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു. ഇതൊരു കീഴ്വഴക്കമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. BJP MLA ആദ്യമായി സഭയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. ഇതിനിടയിൽ ഇടപെടൽ നിർത്തിവെപ്പിക്കാൻ തന്റെ പാരമ്പര്യം അനുവദിച്ചില്ലെന്നും സ്പീക്കർ വിശദീകരിക്കുകയും ചെയ്തു. പ്രശ്നം തീർന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തുടർന്ന് സംസാരിച്ച RJD MLA PK പ്രവീൺ പുതിയ അംഗം എന്ന നിലയിലുള്ള ഉദാരമനസ്കത തങ്ങളോട് വേണമെന്നും ആവശ്യപ്പെട്ടു. അതോടുകൂടി തന്നെ ആ ഒരു വിഷയത്തിൽ അവിടെ ഒരു അവസാനമുണ്ടായി. അതേസമയം തന്നെ 16ാം കേരള നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച ആദ്യ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധന മൂലം അവശ്യവസ്തുക്കളുടെ വില കുത്തനെ കൂടുന്നതിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്നും ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മുൻ ധനമന്ത്രി KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. പക്ഷേ അത് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും വിഷയം വിശദമായി പഠിച്ച് തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകിയത്. കഴിഞ്ഞ സർക്കാർ അധിക നികുതി കുറയ്ക്കാൻ തയ്യാറായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ നിലപാട് ദൗർഭാഗ്യകരമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളെ വിമർശിക്കാൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പെട്രോൾ, ഡീസൽ, പാചകവാതക വില അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും വിഷയം ഗൗരവമായി കണക്കിലെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറാണോ എന്നാണ് സമൂഹത്തോട് പറയേണ്ടത്. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് വായ അടപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അത് വരുമ്പോൾ അഭിപ്രായം പറയാമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഭാഗികമായി ശരിയാണെന്നും ഇടയ്ക്കിടെ വിലക്കയറ്റം വരുന്നതിനാൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിഷയം പൂർണ്ണമായി പഠിച്ച് തീരുമാനമെടുക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സർക്കാരിന് ലഭിക്കുന്ന അധിക നികുതിയെക്കുറിച്ചും വിലക്കയറ്റം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശദമായി വിലയിരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം വില വർധന അവസാനിപ്പിച്ചിട്ട് വിഷയം ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ വാദം പ്രായോഗികമല്ലെന്നും പ്രമേയം അവതരിപ്പിച്ച KN ബാലഗോപാൽ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന് ഇന്ധന നികുതി ഇനത്തിൽ 3200 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചിട്ടും 1 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ 600 കോടി രൂപയുടെ അധിക നികുതി വേണ്ടെന്ന് വെച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് അധിക നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അത്തരം മണ്ടത്തരങ്ങൾ കാണിക്കില്ലെന്നാണ് അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ മണ്ടത്തരം കാണിക്കണമെന്നാണോ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുൻ ധനമന്ത്രി പറയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വിപണിയിൽ ഇടപെടുന്ന കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ വൻ പരാജയമായിരുന്നു. 2893 കോടി രൂപ സിവിൽ സപ്ലൈസിന് കൊടുക്കാനുണ്ട്. അത് കൊടുത്തു തീർത്താൽ മാത്രമേ അവർക്ക് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടാൻ കഴിയുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഉടൻ തന്നെ ധവളപത്രം പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപം അവതരിപ്പിക്കാൻ അനുമതി നിഷേധിച്ചതായി സ്പീക്കർ പറഞ്ഞു. ഏതായാലും ഇന്ന് ബഹളമയമാണ് സഭയിൽ കാണാനായിട്ട് സാധിച്ചത്.